തിരുവനന്തപുരം നെട്ടയത്ത് മലമുകളിൽ CPM BJP സംഘർഷം. രാത്രിയിൽ ഇരുവിഭാഗവും റോഡിൽ ഏറ്റുമുട്ടി. പരസ്പരം കല്ലേറ് നടത്തിയതിനെ തുടർന്ന് പോലീസുകാരന് പരിക്കേറ്റു. തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിചാർജിൽ 4 BJP പ്രവർത്തകർക്കും പരിക്കേറ്റു. നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് ആരോപിച്ച് BJP പ്രവർത്തകന്റെ ഭാര്യ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ പേരിൽ BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചതായാണ് BJPയുടെ ആരോപണം. രണ്ട് വിഭാഗം പ്രവർത്തകരും ചേരി തിരിഞ്ഞതോടെ സംഘർഷമാവുകയായിരുന്നു. പിന്നാലെ നെട്ടയം DYFI മേഖലാ ട്രഷററുടെ വീടിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണ ശ്രമം നടന്നു. BJP കൗൺസിലർ ഗിരികുമാറിന്റെ പ്രതികരണത്തിലേക്ക്. പ്രവർത്തകൻ നമ്മുടെ ഒരു വനിതാ പ്രവർത്തകയുടെ വീടിനടുത്ത് താമസിക്കുന്ന വനിതാ പ്രവർത്തകയോട് വളരെ അപമര്യാദയായി പെരുമാറുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേഷനിൽ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ആ പ്രവർത്തകർ ഒരു പരാതി കൊടുത്തിരുന്നു. പക്ഷേ ആ പരാതിയിൽ ഉടനടി ആക്ഷൻ എടുക്കാതെ പോലീസ് വളരെ പരമാവധി അത് വലിച്ചു നീട്ടുകയും ആ CPM പ്രവർത്തകനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ആ വനിതാ പ്രവർത്തകയുടെ ഭർത്താവിനെ ആ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് CPMന്റെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം തീരുമാനം എടുത്ത് അവിടെ സംഘടിക്കുകയുണ്ടായി. അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തകരും ആ പ്രവർത്തകനുമായി അവിടെ എത്തിയ സമയത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു തീരുമാനമെടുത്ത് പോലീസ് ആവശ്യപ്പെട്ടു ആ പ്രവർത്തകൻ വീട്ടിൽ പോയാൽ മതി, അവർ വേണ്ട സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ബിനു എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകൻ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും തടഞ്ഞ് അയാളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട് നമ്മുടെ പ്രവർത്തകർ ഓടിപ്പോയി അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ CPM പോലീസിനും BJP പ്രവർത്തകർക്കെതിരെ കല്ലേറുകൾ ഉണ്ടാക്കി. ആ കല്ലേറിൽ പോലീസിനും BJP പ്രവർത്തകർക്കുമൊക്കെ പരിക്കേൽക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ പോലീസ് ചെയ്തത് ഈ കല്ലെറിഞ്ഞ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത് നിന്ന BJP പ്രവർത്തകർക്ക് നേരെ ക്രൂരമായ കൂടുതൽ വിവരങ്ങൾ നൽകാൻ രജിത് കുമാർ ചേരും. രജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വലിയൊരു സംഘർഷാവസ്ഥയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായത്. അത് ഇപ്പോൾ ആ സംഘർഷാവസ്ഥ അവസാനിച്ചു എന്ന് നമുക്ക് പറയാറായിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ തുടരുകയല്ലേ? ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഇപ്പോഴും രൂക്ഷമല്ലേ? ഇന്നലെ വൈകിട്ട് 6 മണി 6:30 കൂടിയാണ് മലമുകളിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടാകുന്നത്. രണ്ട് വിഭാഗങ്ങൾ, അത് പ്രാദേശികമായ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് സ്വകാര്യ വ്യക്തികളുടെ വീടുമായി അല്ലെങ്കിൽ അവരുടെ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും നിലവിൽ ഇപ്പോൾ BJP CPM സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നതാണ്. ഇവിടെ ഇന്നലെ വൈകിട്ട് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP പ്രവർത്തകരുടെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കാൻ വൈകി എന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ആ BJP പ്രവർത്തകനെ തൻ്റെ വീട്ടിലേക്ക് കയറ്റുകയില്ല എന്ന് CPMന്റെ പ്രാദേശിക നേതൃത്വം ഒരു തീരുമാനമെടുക്കുകയും അവർ സംഘടിക്കുകയുമായിരുന്നു. അതേ സമയത്ത് തന്നെ BJP പ്രവർത്തകരും സംഘടിച്ചുകൊണ്ട് ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ഈ ഏറ്റുമുട്ടലിലാണ് കല്ലേറിൽ കലാശിച്ചത്. ഈ കല്ലേർ തടയുന്നതിനായി എത്തിയ പോലീസ് ഉൾപ്പെടെയുള്ള ഇവരെ തടസ്സപ്പെടുത്തുന്നതിനായി എത്തിയ പോലീസ് ഉൾപ്പെടെയുള്ളവർക്ക് കല്ലേറിൽ പരിക്കേറ്റു. ഒരു പോലീസുകാരന് കല്ലേറിൽ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. ലാത്തിചാർജ് നടത്തിയപ്പോൾ ക്രൂരമായ ലാത്തിചാർജാണ് നടത്തിയത്. BJP പ്രവർത്തകരെ 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. അവർ ആശുപത്രിയിൽ പേരൂർക്കട ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നും BJP പ്രവർത്തകർ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകരുടെ പ്രകടനം രാത്രിയിൽ നടക്കുകയും ചെയ്തു. സിയും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു പോലീസുകാരനും കൃത്യമായി CPMന് അനുകൂലമായ നടപടി എടുക്കുന്നു എന്നാണ് BJPയുടെ ആരോപണം. അതേസമയത്ത് തന്നെ CPMന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെയും എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തന്നെയായാലും ഇന്നലെ രാത്രിയിൽ ഏറെ നേരം നീണ്ടു നിന്ന സംഘർഷത്തിനൊടുവിലാണ് പോലീസ് ലാത്തിചാർജ് നടത്തി ഇരു വിഭാഗം ആളുകളെയും മാറ്റിയത്. തുടർന്നാണ് BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി തന്നെ മാർച്ച് നടത്തുകയും ചെയ്തത്. തങ്ങൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് പോലീസ് നടത്തിയത് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു BJP പ്രവർത്തകരുടെ മാർച്ച് നടന്നത്. എന്ന് തന്നെയായാലും പ്രദേശത്തൊരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തന്നെ DYFIയുടെ മേഖലാ സെക്രട്ടറിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ തന്നെ അവിടെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടായി എന്നും അജ്ഞാത സംഘത്തിൻ്റെ ശ്രമം ഉണ്ടായി എന്നും അവർ ആരോപിക്കുന്നു. എന്തുതന്നെയായാലും മേഖലയിലൊരു സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ പറയാം. ഒരു പ്രാദേശിക വിഷയത്തിൽ പ്രാദേശികരായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം പിന്നീട് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് പോവുകയുമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും ഇരുവിഭാഗവും പരാതിയുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പോലീസ് എന്ന നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സിയെയും അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും CPMന് അനുകൂലമായ നടപടി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്.
ശരി രജിത്ത്, എന്തായാലും തിരുവനന്തപുരം നെട്ടയത്ത് മലമുകളിൽ CPM BJP സംഘർഷം. രാത്രിയിലാണ് ഇരുവിഭാഗവും റോഡിൽ ഏറ്റുമുട്ടിയത്.